പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകം 121:7 അവിടെ വചനം പറയാണ്, സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. സകല തിന്മകളിൽ നിന്നും. അതായത് നമ്മുടെ ജീവിതത്തിലെ പ്രിയ സഹോദരങ്ങളെ, ശരിക്ക് നമ്മുടെ മനസ്സിനെ ഭയങ്കരമായ രീതിയിൽ അസ്വസ്ഥപ്പെടുത്തുന്നത്, ഒറ്റപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ വടക്കഞ്ചേരി ശുശ്രൂഷയ്ക്ക് പോയി അച്ഛൻ പറഞ്ഞില്ലേ, അപ്പോൾ അത് ശുശ്രൂഷയെല്ലാം കഴിഞ്ഞിട്ട് അതിനുശേഷം അന്ന് വൈകിട്ട് ഒരു സഹോദരൻ എന്നെ വിളിച്ച് പറയുമായിരുന്നു, അച്ഛൻ വചന ശുശ്രൂഷയ്ക്കായിട്ട് ബന്ധപ്പെട്ട പാപവും അതിൽ നിന്ന് വിടുതലിനെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, എൻ്റെ ജീവിതത്തിൽ ശരിക്കും ഭയങ്കരമായ ആനന്ദത്തിൻ്റെ ഒക്കെ ഒരു കാലഘട്ടം. അത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന്, പക്ഷെ ഇന്നെനിക്ക് വലിയ ഞെരുക്കവും വേദനയും കഷ്ടപ്പാടൊക്കെ ആയിരുന്നു. ഞാൻ അച്ഛൻ അന്ന് ആ വെള്ളിയാഴ്ച വചനം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, എൻ്റെ ജീവിതത്തിൽ ആ ദിവസങ്ങളിലൊക്കെ കുറച്ച് നാളുകളായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആരാധിക്കാൻ പറ്റുന്നില്ല, വചനം വായിക്കാൻ പറ്റുന്നില്ല, കുടുംബ പ്രാർത്ഥന ഏകാഗ്രതയോടെ ചെല്ലാൻ പറ്റുന്നില്ല, ഏകാഗ്രതയോടെ ബലിയർപ്പിക്കാൻ പറ്റുന്നില്ല. അതായത് ഈശോയിൽ നിന്നിങ്ങനെ ആരോ എന്നെ വലിച്ചു കൊണ്ടുപോവാണ്, ഈശോയിൽ നിന്നിങ്ങനെ അകന്നകന്ന് പോകുന്നത്. എന്നാൽ പുറത്തുള്ളവർക്കൊന്നും അറിയണില്ല. അവരെല്ലാവരും വികാരിച്ചൻ എന്നോട് സംസാരിക്കുന്നു, മറ്റുള്ള പ്രിയപ്പെട്ടവർ സംസാരിക്കുന്നു, ജീവിത പങ്കാളി പറയുന്നുണ്ട്, ഭാര്യ പറയുന്നുണ്ട്, ചേട്ടൻ എന്ത് പിശാച് കയറിയ പോലെയാണല്ലോ, ഒരു സന്തോഷമില്ല എന്നൊക്കെ. ഭാര്യയ്ക്ക് ഇത് മനസ്സിലായി, പക്ഷേ എന്താ സംഭവം എന്ന് അവൾക്ക് മനസ്സിലായിട്ടില്ല. സകല തിന്മകളിൽ നിന്നും പ്രിയ സഹോദരങ്ങളെ, പിശാചിനെ നമ്മുടെ ജീവിതത്തെ കംപ്ലീറ്റ് തകർക്കാൻ പറ്റുന്നത് പ്രാർത്ഥനാ ജീവിതത്തെ അടർത്തി മാറ്റിക്കഴിഞ്ഞാൽ എല്ലാ തിന്മകളും എല്ലാ ദുരന്തങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൃത്യം നൂല് കെട്ടി ഇറങ്ങുന്നത് പോലെയാണ്. അപ്പോൾ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വചനം വായിക്കാൻ പറ്റുന്നില്ല, നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് ശരിക്കും തിന്മ അവിടെ പിടിമുറുക്കിയെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടത്, എന്താ, ആ തിന്മ ബന്ധിക്കുന്നു പോട്ടെ എന്ന് പറയാം, അത് വേണം, തീർച്ചയായിട്ടും പറയണം. അതിനേക്കാൾ ഉപരിയായിട്ട് സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. ഈ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ രീതികൾ കുറേ കൂടി ആഴപ്പെടുത്താൻ, ദിവികാരുണ്യ സന്നിധിയിലിരിക്കുന്ന പ്രാർത്ഥന, ബലിയർപ്പിച്ച് ദിവികാരുണ്യം സ്വീകരിച്ചുള്ള പ്രാർത്ഥന, കൂടെയുള്ള കുമ്പസാരം, കുടുംബ പ്രാർത്ഥന ആക്റ്റീവായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കുക. നാമമാത്ര കുടുംബ പ്രാർത്ഥനയൊന്നുമല്ല, കുറച്ചു നേരം ബൈബിൾ ആത്മാർത്ഥമായിട്ട് വായിക്കുക. അത്ഭുതകരമായ വിടുതൽ പ്രിയ സഹോദരങ്ങളെ നമുക്ക്. ആ സഹോദരൻ പറയുമായിരുന്നേ, വെള്ളിയാഴ്ച എനിക്ക് ആ ശുശ്രൂഷയിൽ കൊടുത്തപ്പോൾ ഭയങ്കരമായ അനോയിൻറ്റിങ് ഫീൽ ചെയ്തു. അദ്ദേഹം പറയുമായിരുന്നേ, തുടർന്ന് ശനിയും ഞായറും ഈ ദിവസങ്ങളൊക്കെ നന്നായിട്ട് ബലിയർപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. നമുക്കതുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ വലിയൊരു വിടുതൽ നമുക്ക് അനുഭൂതിയുമായിട്ട് രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.